ഇപ്പോൾ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ട്രാക്ക് ഉണരുകയാണ്. 4 ട്രാക്കുകളിലായി ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് TV സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ, അതായത് ആകാശ ദൃശ്യമല്ലാത്ത ഒരു ദൃശ്യം ഇപ്പോൾ വരും. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്താണ് നടുഭാഗം ചുണ്ടൻ, രണ്ടാമത് കാരിച്ചാൽ, മൂന്നാമത് വിയപുരം, നാലാമത് നിരണം ചുണ്ടൻ. അങ്ങനെയാണ് ട്രാക്ക്. ഈ ട്രാക്ക് ഉണരുമ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ, ആ കാഴ്ചക്കാരുടെ ഇടയിലെല്ലാം തന്നെ ആവേശം നിറയുകയാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈ ഒച്ചത്തിൽ ശബ്ദം ആർപ്പ് വിളിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകുന്ന ആളുകളുണ്ട്. അങ്ങനെ പുന്നമടയുടെ ഇരു കരകളിലും ഈ ഫൈനൽ മത്സരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, രാവിലെ മുതൽ വെയിൽ കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ കുറെ വെള്ളം കുടിച്ചൊക്കെ കാത്തു നിൽക്കുന്ന കുറെ അധികം മനുഷ്യരുണ്ട്. അവർ കാത്തു നിൽക്കുകയാണ്. 70ാമത് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടും? 1982 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഒരു ചെറു വള്ളംകളി സംഘടിപ്പിച്ചു. ആ വള്ളംകളിയിൽ അദ്ദേഹം ആകർഷനായി ഓടിക്കയറി അന്ന് ഒന്നാമതെത്തിയ നടുഭാഗത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിൽ പോയിട്ടും അതിന്റെ ആവേശം നെഹ്റുവിന് മാറിയില്ല. അവിടെ നിന്നൊരു ട്രോഫി ഇതാ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുന്നു. ഫൈനൽ മത്സരത്തിന്റെ വെടിയുതിർത്തേക്കുന്നു. 4 ട്രാക്കുകളിലും തീപ്പാറുന്ന പോരാട്ടങ്ങളുമായി ചുണ്ടനുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ കാലിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വിയപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതിൻ 70ാമത് നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുന്നമടയെ ത്രസിപ്പിച്ചുകൊണ്ട് വള്ളംകളി രംഗത്തെ ആസ്വാദകരെ പുന്നമടയിലേക്ക് ആവാഹിച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാർ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഒന്നാം ട്രാക്കിൽ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ എവർഗ്രീൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരം, നാലാം ട്രാക്കിൽ നിരണം വള്ളം. ആരാണ് മുന്നിലെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് അവരങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ച കാണുകയാണ്. വിയപുരത്തിനൊരു ചെറിയ എഡ്ജുണ്ടോ? മൂന്നാം ട്രാക്കിൽ വിയപുരത്തിനൊരു ചെറിയ മുന്നേറ്റമുണ്ടോ? അല്ല. നാലാം ട്രാക്കിൽ നിരണം, അബ്ജോദ് നാലാട്ടവും വിയപുരവും തമ്മിൽ ഗംഭീര പോരാട്ടം. തൊട്ടപ്പുറത്ത് കാരിച്ചാൽ ചുണ്ടനും കുതിച്ചു കയറി വരുന്നുണ്ട്. വിധേൻ ഇല്ല, ഒരിക്കൽ പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത്. അത് പള്ളാത്തുരുത്തി ജയിച്ചാൽ ഇത് പള്ളാത്തുരുത്തിക്ക് തുടർച്ചയായ 5ാം ജയം. പള്ളാത്തുരുത്തിയുടെ ആകെ മൊത്തം കണക്കിൽ ഇത് 7ാം ജയം. അജയരായി തുടരുകയാണ് പള്ളാത്തുരുത്തിയുടെ വിജയഗാഥയെന്ന് തെളിയിക്കേണ്ടി വരും. ഇത് മത്സരത്തിന്റെ ആവേശം നോക്കൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 1 ഇഞ്ച് വ്യത്യാസമില്ലാതെ കടന്നു പോവുകയാണ് വള്ളങ്ങൾ. ഒന്നാമത്തെ നടുഭാഗം അല്പം പിറകിലാണെങ്കിലും കാരിച്ചാലും വിയപുരവും നിരണവും വിട്ടുകൊടുക്കുന്നില്ല. പോരാട്ടം. എന്തൊരു മത്സരം ഇത്! ഇത് നമ്മുടെ കണ്ടിട്ടില്ലാത്ത മത്സരമോ? തുടക്കം മുതൽ ഇങ്ങനെ ഒരു മത്സരത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ പുന്നമട സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഇത് കാരിച്ചാലാണോ? ഇത് നടുഭാഗമാണോ? നിരണമാണോ? വിയപുരമാണോ? ഒരൽപ്പം പിന്നിലാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആ നടുഭാഗം വള്ളം. ഒരൽപ്പം പുറകിലാണ്. ഇതൊരൽപ്പം പുറകിലാണ്. ആ നടുഭാഗം മോനപ്പനാസാന്റെ താളം തെറ്റുന്നു. റോജാസി മാത്യുവിന്റെ താളം തെറ്റുന്നു. ഇല്ല, കാരിച്ചാല് കയറുന്നു. ഒപ്പം പിടിക്കുന്നുണ്ട് നിരണം. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിയപുരം. ബൈജു കുട്ടനാടിന്റെ താളമോ? ബൈജു കുട്ടനാടിന്റെ തന്ത്രമോ? ബൈജു കുട്ടനാടിന്റെ തന്ത്രമോ? അല്ല, ഇത് മനോജ് പത്തുനങ്ങിന്റെ തന്ത്രമാണ്. മനോജ് പത്തുനങ്ങിൽ 11ാമത്തെ നെഹ്റു ട്രോഫിക്ക് ഇറങ്ങുന്ന വള്ളംകളി രംഗത്തെ ആശാൻ മനോജ് പത്തുനങ്ങിൽ ആ തിറമുറി ഇറങ്ങുമ്പോ ആ തോർത്തൊന്ന് കരക്കി വീശും. ആ ട്രംപറ്റിന്റെ താളമൊന്ന് മുറുക്കും. അത് വരുൺ ശർമ്മയുടെ കാതിലേക്ക് പതിക്കും. ആ വരുൺ ശർമ്മയുടെ കാതിൽ നിന്നത് കനീഷ് കാർത്തികേയന്റെ കാതിലേക്ക് ആവാഹിക്കും. അങ്ങ് 1ാം അമരം നിൽക്കുന്ന പ്രസന്നൻ പങ്കായം ഒന്ന് കുത്തിയെറിയും. വിയപുരത്തെ തെല്ലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അരുൺ 1ാം തുട, വിയപുരത്തിന്റെ 1ാം തുട അരുൺ. ബൈജു കുട്ടനാടിന്റെ താളം. അതിനപ്പുറത്ത് സുനിൽ കൈനകരി, വള്ളംകളിയിൽ ഒരു അമരക്കാരനായി വന്ന് താളക്കാരനായി മാറിയ സുനിൽ കൈനകരിയുടെ നിരണം നോക്കൂ. ചെറുമുറി ഇറങ്ങിയിരിക്കുന്നു. വള്ളംകളിയുടെ ഗതി നിർണയിക്കുന്ന ചെറുമുറി പിന്നിട്ടിരിക്കുന്നു. പള്ളാത്തുരുത്തി ഒരൽപ്പം മുന്നിലാണ്. മനോജ് പത്തുനങ്കിൽ അതാ ആ തോർത്തെടുത്തു. എന്തൊരു ചന്തം ഇത് നോക്കണേ. കടിച്ച് കേറി വാ മക്കളെ എന്ന് പള്ളാത്തുരുത്തിക്ക് ഇരു കരകളിൽ നിന്നും ആളുകൾ ആവേശം കൊടുക്കുകയാണ്. നിരണമാണോ? അല്ല കാരിച്ചാലാണോ? KTBC ഒന്ന് കേറി വാ, നിന്റെ ആരാധകരുടെ നിന്നെ കാത്തിരിക്കുന്നു. ഒന്ന് കേറി വാ. 2004-ലും 2005-ലും
2006-ലും 2007-ലും നീ ഇവിടെ പുളകം കൊല്ലിച്ചില്ലേ? ആ തുഴയൊന്ന് താത്തി വരിച്ചില്ലേ? ഇവരകത്തെ ശൈലി കൊണ്ടുവന്നില്ലേ? എത്ര കാലമായടോ? ഇനി ഒന്ന് കയറിവാ. പള്ളാത്തുരുക്കൊരു ഒരു വെല്ലുവിളി ഉണ്ടാക്ക്. ഇല്ല, ഇങ്ങനെ കാണുമ്പോൾ അത് മുന്നിലാണെന്ന് തോന്നും. അല്ല, പള്ളാത്തുരുത്തിയാണ്. അല്ല, വിയ്യപുരമാണോ? പള്ളാത്തുരുത്തിയാണോ? വരുൺ ശർമ്മയാണോ? കനീഷ് കാർത്തികേയനാണോ? അല്ല, ആരുടെ താളം വിലക്കും? ആരുടെ വിജയത്തിനൊപ്പം നിൽക്കും? ആവേശകരമായി അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എന്തൊരു മത്സരം ഇത്! ഇതെന്തൊരു മത്സരം ഇത്! പ്രവചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇതൊരു നൂലിൽ കെട്ടിയതുപോലെ ഇത് ചരിത്രമാവുകയാണോ? 86-ലും 87-ലും ജയിച്ച വിയ്യപുരം, ഓക്കണേ വില്ലേജ് ബോട്ട് ക്ലബ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന ലാപ്പിലേക്ക് എത്തി. നെഹ്റു പവലിയനിലേക്ക് എത്തി. ആ വെള്ളിക്കപ്പിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, ആരാണ് മുന്നിൽ? വിയ്യപുരം മൂന്നാം ട്രാക്കിൽ കളിച്ച അത് ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം നടത്തേണ്ടത് ജഡ്ജസ് ആണ്. അത് വിയ്യപുരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.